Hi everyone, welcome back to Catalyst Education. So നമുക്കറിയാലേ നമ്മുടെ +2ന്റെ സേ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും പേടിക്കേണ്ട, നമ്മൾ ആരും ഫെയിൽ ആയിട്ടില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പാസ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുവേണ്ടിയുള്ള കുറച്ച് ടിപ്സും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈസിലി നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ആൻസേഴ്സ് എഴുതുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ജസ്റ്റ് മെയിൻലി വരുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിലെ എല്ലാ പാറ്റേൺസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസിലി ആൻസറബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ നമുക്ക് നോക്കാം. അതിൽ നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ കൺസ്ട്രെയിൻസ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 4 കോളം കൺസ്ട്രെയിൻസ് എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ദീസ് ആർ ദ റൂൾസ് അപ്ലൈഡ് ഓൺ എ കോളം ഓർ എ ഗ്രൂപ്പ് ഓഫ് കോളം അല്ലെ. ഒരു കോളത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കോളം അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ മുകളിലോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂളിനെയാണ് എന്ത് എന്ന് വിളിക്കുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ കൺസ്ട്രെയിൻസിന് നമ്മൾ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കോളം കൺസ്ട്രെയിൻസ് ആണ്, രണ്ടാമത്തേത് ടേബിൾ കൺസ്ട്രെയിൻസ് ആണ്. ഒരു എൻറ്റയർ ടേബിളിൽ നമ്മൾ ഒരു റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ടേബിൾ കൺസ്ട്രെയിന്റ് എന്നും, എന്നാൽ ഓരോ പെർട്ടിക്കുലർ കോളത്തിനാണ് നമ്മൾ റൂൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ കോളം കൺസ്ട്രെയിന്റ് എന്ന് വിളിക്കും. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോളം കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണെന്നാണ്. 5 കോളം കൺസ്ട്രെയിൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ വരുന്നതാണ് നോട്ട് നൾ എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് അല്ലെ. നമുക്കറിയാം നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എം ടി അല്ലെങ്കിൽ കാലി, ഇതിനെയാണ് നമ്മൾ നൾ എന്ന് വിളിക്കുന്നത്. സോ നോട്ട് നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു കോളം അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രെയിന്റ് അപ്ലൈ ചെയ്തിട്ടുള്ള കോളം എം ടി ആവാൻ പാടില്ല അല്ലെ. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു വാല്യൂ എങ്കിലും വേണം എന്നുള്ളത് ഉറപ്പുവരുത്താനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നോട്ട് നൾ എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് യൂസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് യുണീക്ക് എന്ന് പറയുന്ന കോൺസ്ട്രെയിന്റ് ആണ് അല്ലെ. എന്തിനാണ് യുണീക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഒരു കോളത്തിലുള്ള ഡിഫറെന്റ് റോസിൽ ഓരോ പേരോ കാര്യങ്ങളോ എഴുതുന്ന സമയത്ത് ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം അല്ലെ. 2 റോ അല്ലെങ്കിൽ 2 or 3 റോസിൽ സെയിം ഡാറ്റ വരാൻ പാടില്ല. ഈച്ച് റോ മസ്റ്റ് ബി ഹാവ് എ യുണീക്ക് വാല്യൂ. അതിനു വേണ്ടിയിട്ടാണ് യുണീക്ക് എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് യൂസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ മൂന്നാമതായിട്ട് പഠിച്ചിട്ടുള്ളത് ഡിഫോൾട്ട് എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഡിഫോൾട്ട് എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം ഒരു ഡിഫോൾട്ട് വാല്യൂ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് വാല്യൂ ആ ഒരു കോളത്തിൽ അപ്ലൈ ചെയ്യാൻ അല്ലെ. നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു സ്പെസിഫൈഡ് വാല്യൂ ആ കോളത്തിൽ അപ്ലൈ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിഫോൾട്ട് എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നാലാമതായിട്ട് പറയുന്നത് ഓട്ടോ ഇൻക്രിമെന്റ് ആണ്. ഇറ്റ് ഓട്ടോമാറ്റിക്കലി അസൈൻസ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ വാല്യൂസ് അല്ലെ. ആ ഒരു കോളത്തിലുള്ള വാല്യൂ അല്ലെങ്കിൽ സീരീസിനെ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പൊ നമ്മൾ റോൾ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ സമയത്ത് ഫോർ എക്സാമ്പിൾ അതിൽ ഷോ യു, നമുക്ക് ഒരു കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് 242435 ആണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 242436 ആയിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വാല്യൂ വിൽ ബി 242437. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇൻക്രീസ് ആയിട്ടാണ് നമ്മുടെ രജിസ്റ്റർ നമ്പേഴ്സ് ഒക്കെ ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ നമ്മൾ ഈ ഒരു രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്ന കോളത്തിന് ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ വാല്യൂ ഇപ്പോൾ ഏതാണോ ഞാൻ ഫസ്റ്റത്തെ വാല്യൂ ഞാൻ എഴുതി 242425, നെക്സ്റ്റ് വിൽ ബി 242436. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് അല്ലെ. വളരെ സിമ്പിൾ ആണ്. സോ ഇതാണ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്ന ഒരു സെറ്റ്. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ HTML ഏരിയയിൽ നിന്നാണ്. നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്, HTML നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, ഫോം ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ചോദിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതേപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം HTML ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് അല്ലെ. നമുക്ക് വെബ്സൈറ്റുകൾക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിലൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി സ്റ്റെപ്പ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ എന്ന് പറയുന്ന ടാഗ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ എന്ന് പറയുന്ന ടാഗ് തന്നെയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക, നമ്മുടെ HTML യൂസ് ചെയ്യുക. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടേബിളിന് ഒരുപാട് ആട്രിബ്യൂട്ടുകൾ ഉണ്ട് അല്ലെ. എന്താണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, ആ ഒരു ടാഗിനെ നമ്മൾ കൊടുത്തിട്ടുള്ള ടേബിൾ എന്ന് പറയുന്ന ടാഗിനെ കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ആഡ് ഓൺസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആട്രിബ്യൂട്ടുകൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ടേബിൾ എന്ന് പറയുന്ന ടാഗിന് ഒരുപാട് ആട്രിബ്യൂട്ടുകൾ ഉണ്ട്. നമ്മളിവിടെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നോക്കാം. നമ്മളിവിടെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. ഫോർ എക്സാമ്പിൾ ഐ ഷോ യു, ടേബിൾ എന്ന് എഴുതി ഇതിന്റെ ഉള്ളിൽ ബോർഡർ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ചെയ്തു എങ്കിൽ മാത്രമേ, ഈ ഒരു ബോർഡർ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതേപോലെ അല്ലെ ഈ ലൈൻസും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന് ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കണം. സോ അതിനെന്താക്കി, ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എഴുതി. ആൻഡ് ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു സൈസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 കൊടുത്തു. ജസ്റ്റ് അതിന്റെ തിക്നെസ് ആണ് 1 2 3 എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ സൈസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഞാൻ എന്താക്കി, ഇവിടെ 2 എന്ന് പറയുന്ന ഒരു സൈസ് ഡിക്ലെയർ ചെയ്തു. എന്നിട്ട്
ഒരു ടേബിളിലെ എല്ലാ കണ്ടന്റ്സും റോ വൈസ് ആണ് എൻ്റർ ആവുക അല്ലെ. ഏതൊരു ടേബിൾ എടുത്തു കഴിഞ്ഞാലും അതിലെ എല്ലാ കണ്ടന്റുകളും റോ വൈസ് ആണ് എൻ്റർ ആവുക. സോ ഇതാണ് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ ആൻഡ് അതുപോലെ തന്നെ ഇത് ഫോർത്ത് റോ ആണ്. ഇങ്ങനെ ഡിഫറെന്റ് റോ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ടേബിളിലുള്ള എല്ലാ കണ്ടന്റുകളും ഇൻപുട്ട് ആവുന്നത്. സോ ടേബിൾ എന്ന് എഴുതി, ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ എഴുതി. ഇനി നമ്മൾ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് TR എന്ന് പറയുന്ന ടാഗ് അവിടെ ഓപ്പൺ ചെയ്തു അല്ലെ. ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് TR എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്തു. അതിൽ നമുക്ക് ഫസ്റ്റ് ഹെഡിങ് ആണ്, സോ അതിന് വേണ്ടിയിട്ട് TH എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യും. ആൻഡ് അതിലെ ഹെഡിങ് ഞാൻ എഴുതി റോൾ നമ്പർ. അതിനുശേഷം ആ TH നമ്മൾ ക്ലോസ് ചെയ്യും. ആൻഡ് ദ സെക്കൻഡ് ഹെഡിങ് എന്ന് പറയുന്നത് എന്താണ്, നെയിം ആണ്. ആൻഡ് അതുപോലെ തന്നെ ആ ഹെഡിങ്ങും നമ്മൾ എന്ത് ചെയ്തു, അവിടെ സ്ലാഷ് ഇട്ട് ക്ലോസ് ചെയ്തു. ആൻഡ് ദ തേർഡ് ഹെഡിങ് എന്ന് പറയുന്നത് ക്ലാസ് എന്നാണ്. സോ ആ ക്ലാസ് എഴുതി അതിനുശേഷം അത് നമ്മൾ അവിടെ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇതോടുകൂടി എന്തായി, ആ റോ എൻഡ് ആയി. സോ നമ്മൾ TR എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഏതാണ്, 100 വിഷ്ണു ക്ലാസ് C1 എന്ന് പറയുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റ് TR ഓപ്പൺ ചെയ്തു. അതിൽ നമുക്ക് 100 വിഷ്ണു C1 എന്നൊക്കെ പറഞ്ഞാൽ അതിലുള്ള ഡാറ്റയാണ്. സോ ആ ഒരു ഡാറ്റ എഴുതാൻ വേണ്ടിയിട്ട് TD എന്ന് പറയുന്ന ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് അതിൽ ഞാൻ എഴുതി 100. ആൻഡ് അതിനുശേഷം ആ TD ഞാൻ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് TD ഞാൻ ടേബിൾ ഡാറ്റ ഓപ്പൺ ചെയ്തു. അതിൽ വിഷ്ണു എന്നുള്ള നെയിം ഞാൻ എൻ്റർ ചെയ്തു. ആൻഡ് അതിനുശേഷം ആ TDയും ക്ലോസ് ചെയ്തു. ആൻഡ് അഗെയിൻ ഞാൻ നെക്സ്റ്റ് ഡാറ്റ ഓപ്പൺ ചെയ്തു. അതിൽ C1 എന്ന് പറയുന്ന ക്ലാസ് എഴുതി. സോ ആ TD ക്ലോസ് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ എന്തായി, ആ ഒരു റോ എൻഡ് ആയിട്ടുണ്ട്. സോ ആ ഒരു TR കൂടെ നമ്മൾ അവിടെ ക്ലോസ് ചെയ്തു. സോ എന്തായി, നമ്മുടെ സെക്കൻഡ് റോ അവിടെ അപ്ലൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും തേർഡ് റോ വരുന്നുണ്ട്. സോ ഞാൻ വീണ്ടും TR ഓപ്പൺ ചെയ്തു. ആൻഡ് അതിൽ വീണ്ടും TD ഡാറ്റ എഴുതി. എന്തൊക്കെയാണ് ഡാറ്റ ഉള്ളത്, 101 എന്നാണ്. ഓക്കെ, TD ക്ലോസ് ചെയ്തു. വീണ്ടും TD ഞാൻ ഓപ്പൺ ചെയ്തു. അതിലെ പേര് അല്ലെങ്കിൽ നെയിം എന്ന് പറയുന്നത് അനുപമ എന്ന് പറയുന്ന നെയിമാണ്. ആൻഡ് അഗെയിൻ ആ ടേബിൾ ഡാറ്റ ഞാൻ ക്ലോസ് ചെയ്തു. വീണ്ടും TD ഓപ്പൺ ചെയ്തു. ആൻഡ് C2 ക്ലാസ് C2 ആണ്. TD ഞാൻ ക്ലോസ് ചെയ്തു. ഇതോടുകൂടി എന്തായി, നമ്മുടെ തേർഡ് റോ കൂടി അവിടെ അപ്ലൈഡ് ആയിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് ഫൈനലി ഒരു റോ കൂടി ഉണ്ട്. വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, TR ഓപ്പൺ ചെയ്യുകയാണ് അല്ലെ. TR ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ എഴുതി TD എന്ന് പറഞ്ഞു. അതിന്റെ ഉള്ളിൽ 102 ആണ് റോൾ നമ്പർ വരുന്നത്. TD ക്ലോസ് ചെയ്തു. വീണ്ടും TD എന്ന് എഴുതി. നെയിം ബിജു എന്നാണ് വരുന്നത്. ആ TD ഞാൻ ക്ലോസ് ചെയ്തു. അഗെയിൻ ഞാൻ നെക്സ്റ്റ് TD ഓപ്പൺ ചെയ്തു. അതിൽ A1 എന്നാണ് ക്ലാസ് വരുന്നത്. ആ TD ഞാൻ ക്ലോസ് ചെയ്തു. ഇതോടുകൂടി എന്തായിട്ടുണ്ട്, നമ്മുടെ കംപ്ലീറ്റ് റോയും എൻഡ് ആയിട്ടുണ്ട്. ആ ടേബിൾ റോ കൂടി നമ്മൾ ക്ലോസ് ചെയ്തു. ആൻഡ് ഫൈനലി അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ എന്ന് പറയുന്ന ടാഗ് കൂടെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഇതേപോലെ ഒരു ടേബിൾ നമുക്ക് അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് കാണുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആണ് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ എക്സ്ട്രാ വരുന്ന രണ്ട് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് സെൽ പാഡിംഗ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും രണ്ടാമത്തത് സെൽ സ്പേസിംഗ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും ആണ് അല്ലെ. സെൽ പാഡിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെൽ സ്പേസിംഗ് വരുന്നുണ്ട്. എന്തിനാണ്, സെൽ പാഡിംഗ് എന്ന് പറയുന്നത് രണ്ട് സെല്ലുകൾ തമ്മിലുള്ള സ്പേസ് ഡിഫൈൻ ചെയ്യാനാണ്. സെൽ സ്പേസിംഗ് എന്ന് പറയുന്നതോ അത് ഒരു സെല്ലും അതിനുള്ള കണ്ടന്റും തമ്മിലുള്ള സ്പേസ് ഇല്ല, അതിന് ചുറ്റുമുള്ള ഒരു സ്പേസ് ഡിഫൈൻ ചെയ്യാനാണ്. ഇത് കൂടാതെ നമ്മുടെ TD അല്ലെങ്കിൽ TH നമ്മൾ അപ്ലൈ ചെയ്യുന്ന രണ്ട് ആട്രിബ്യൂട്ടുകളാണ്. ഒന്ന് നമുക്ക് റോ സ്പാൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും രണ്ടാമത്തത് കോൾ സ്പാൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും. ഇപ്പം 2 or 3 റോസ് ഉണ്ടെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്യണമെങ്കിൽ അതിന് റോ സ്പാൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ 2 or 3 കോളംസ് ഉണ്ടെങ്കിൽ ആ കോളത്തിനെ നമ്മൾ കമ്പൈൻ ചെയ്യാൻ അതിന് കോൾ സ്പാൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, യൂസ് ചെയ്യാറുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ തന്നിട്ടുണ്ട്. ഇതും നമുക്ക് അധികവും ചോദിക്കുന്നത്, എന്തായാലും ഷുവർ മാർക്ക് ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അല്ലെ, നമ്മുടെ DBMSന്റെ അണ്ടറിൽ വരുന്ന SQL എന്ന് പറയുന്ന ഏരിയ. സോ ഈ ഒരു SQL നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ, നമുക്കൊരു എംപ്ലോയി എന്ന് പറയുന്ന ടേബിൾ തന്നിട്ടുണ്ട്. അതിന്റെ ഓരോ കാര്യങ്ങൾ അഥവാ നമുക്ക് മെയിൻലി അവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇൻസേർട്ട് റെക്കോർഡ് ചെയ്യാൻ പറയുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്ഡേറ്റ് DA with 6% ഓഫ് ബേസിക് പേ ആണ്. തേർഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ് ഹൂസ് ബേസിക് പേ ഈസ് ഗ്രേറ്റർ ദാൻ 20,000 ആണ്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീനെയിം ദി ടേബിൾ എംപ്ലോയി ടു എംപ്ലോയി ഡീറ്റെയിൽസ് എന്നാണ്. 4 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാം. അതിൽ നമ്മുടെ ഫസ്റ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, ഇൻസേർട്ട് എ റെക്കോർഡ് ഇൻ ടു ദ ടേബിൾ അല്ലെ. ആ ഒരു ടേബിളിനുള്ളിലേക്ക് SQL എന്ന് പറയുന്ന ഡാറ്റാബേസിൽ അവര് ടേബിളിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാം അല്ലെ. ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്താണ്, ഇൻസേർട്ട് ഇൻടു അല്ലെ. ഇൻസേർട്ട് ഇൻടു എന്ന് നമ്മൾ എഴുതി. ആൻഡ് അതിനുശേഷം ആ ടേബിളിന്റെ പേരെന്താണ്, എംപ്ലോയി എന്നാണ്. ഇൻസേർട്ട് ഇൻടു എംപ്ലോയി അല്ലെ. ഇനി ഓരോ വാല്യൂസ് തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാല്യൂസ് എന്ന് എഴുതും. ആൻഡ് അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഫസ്റ്റ് വാല്യൂ 1 ആണ്, നെയിം രാജു എന്നാണ്, എമൗണ്ട് 25,000 തന്നിട്ടുണ്ട്, നെക്സ്റ്റ് 15,000 തന്നിട്ടുണ്ട്.
ആൻഡ് 40,000 തന്നിട്ടുണ്ട്. ഇങ്ങനെ ഡയറക്ട്ലി ഇൻപുട്ട് ചെയ്യുമ്പോൾ എന്തായി, ആ ഒരു ടേബിളിലേക്ക് നമുക്ക് ഡാറ്റ ഇൻപുട്ട് ആയി. നെക്സ്റ്റ് നമ്മളോട് തന്നിട്ടുള്ള അപ്ഡേറ്റ് DA വിത്ത് 60% ഓഫ് ബേസിക് പേ അല്ലെ. DA എന്ന് പറയുന്ന കോളം അഥവാ ഒരു അലവൻസ് കോളം ആണ്. അത് ബേസിക് പേന്റെ 60% വെച്ച് അപ്ഡേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനല്ല, അതിലുള്ള ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് അപ്ഡേറ്റ് തന്നെയാണ്. സോ നമ്മൾ എഴുതും അപ്ഡേറ്റ് എംപ്ലോയി. എംപ്ലോയി എന്ന് പറയുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ഏത് കോളമാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്? DA ആണ്. സോ നമ്മൾ എഴുതും സെറ്റ് DA. DA എന്ന് പറയുന്ന കോളമാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. എങ്ങനെ സെറ്റ് ചെയ്യാ? ഈക്വൽ ടു എങ്ങനെയാണ് 60% വരാ? ബേസിക് പേ ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 100 അല്ലെ. ബേസിക് പേ ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 100. ആ DA എങ്ങനെയാണ്? ബേസിക് പേന്റെ 60% ആണ് നമുക്ക് എന്ത് എന്ന് പറയുന്നത്? DA എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുണ്ടാണ് ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ് ഹൂസ് ബേസിക് പേ ഈസ് ഗ്രേറ്റർ ദാൻ അല്ലെ. ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനാണ് പറയുന്നത്. ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാ? സെലക്ട് എന്ന് പറയുന്നതാണല്ലേ. ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ സിംപ്ലി അവിടെ എന്ത് യൂസ് ചെയ്യും? സ്റ്റാർ യൂസ് ചെയ്യും. ഇപ്പൊ നെയിം അല്ലെങ്കിൽ ജസ്റ്റ് പേര് എമൗണ്ട് മാത്രമാണെങ്കിൽ ജസ്റ്റ് സെലക്ട് നെയിം കോമ എമൗണ്ട് അല്ലെങ്കിൽ സാലറി എന്ന് കൊടുത്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് കൊടുത്തു? സെലക്ട് സ്റ്റാർ ഫ്രം എന്താണ് ടേബിളിന്റെ പേര്? എംപ്ലോയി. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. എന്താ കണ്ടീഷൻ? കണ്ടീഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് ക്ലോസ് അപ്ലൈ ചെയ്യും? വേർ എന്ന് പറയുന്ന ക്ലോസ് ആണ് അപ്ലൈ ചെയ്യുക. കണ്ടീഷൻ എന്താ? വേർ ബേസിക് പേ ഗ്രേറ്റർ ദാൻ 20,000 അല്ലെ. 20,000 മുകളിൽ ബേസിക് പേ ഉള്ളവരുടെ ഡാറ്റ കാണിക്കാനാണ് പറയുന്നത്. ഇതോടുകൂടി എന്തായി? നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ സിംപിൾ ചെയ്തു. ഇനി ലാസ്റ്റ് വൺ വളരെ സിമ്പിൾ. എന്താണ്? ആ ടേബിളിന്റെ പേര് മാറ്റാനാ. സോ നമ്മൾ എങ്ങനെ ചെയ്തും? ഓൾട്ടർ എന്ന് പറയുന്ന അല്ലെ. ടേബിളിൽ എന്ത് മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഓൾട്ടർ എന്നാണ് യൂസ് ചെയ്യുക. ഓൾട്ടറിന്റെ ടേബിളിന്റെ പേര് എന്താ? ഓൾട്ടർ ടേബിൾ എംപ്ലോയി. എംപ്ലോയി എന്നാണ് ടേബിളിന്റെ പേര്. ഇനി പേര് മാറ്റാൻ നമ്മൾ നോർമലി എന്താ പറയാ? റീനെയിം ആണ്. സോ ഈ റീനെയിം എന്ന് പറയുന്ന കമാൻഡ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യും? റീനെയിം ടു അല്ലെ. റീനെയിം ടു എന്തിലേക്കാ? EMP ഡീറ്റെയിൽസ്. റീനെയിം ടു EMP ഡീറ്റെയിൽസ് അല്ലെ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? SQL ഓരോ ക്വസ്റ്റ്യൻസിനുള്ള കമാൻഡുകൾ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.